നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഒരു അപ്ഡേറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു. അത് നമ്മൾ തരാൻ വേണ്ടി കുറച്ച് താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്കത് നോക്കാം. അത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വിജ്ഞാപനമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. വിജ്ഞാപന തീയതി വന്നിട്ടുള്ളത് 29/3/2025. അപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവസാന തീയതി വരുന്നത് 28/4/2025 28/4/2025. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള 36 ഒഴിവുകളിലേക്കാണ് നിയമിക്കപ്പെടുന്നത്. ദൈവത്തിലും ക്ഷേത്രാചാര്യത്തിലും വിശ്വാസമുള്ള നിശ്ചയ യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ദൈവത്തിലും ക്ഷേത്രാചാരത്തിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ www.kdrb കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ആ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓക്കെ. ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. നേരത്തെയൊക്കെ അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പറും വർഷവും എന്ന് വെച്ച് കഴിഞ്ഞാൽ 001/2025 ആണ്. 001/2025. തസ്തികയുടെ പേര് വന്നിട്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണ്. ശമ്പള സ്കെയിൽ നമുക്ക് നോക്കാം. 26,500 തൊട്ട് 60,700 വരെയാണ്. എത്രയാണ്? 26,500 തൊട്ട് 60,700 വരെ. ഇനി വിദ്യാഭ്യാസ യോഗ്യതയാണ് നമുക്ക് നോക്കേണ്ടത്. +2 അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. ഇനി സ്കിൽസ് നമ്മൾ പറയുന്നുണ്ട്. സ്കിൽസ് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ആണ് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ്, അതായത് എക്സലോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അങ്ങനത്തെ ഈ സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. വേണ്ട, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിജ്ഞാനം ഉണ്ടായാൽ മതി. ഇനി ഒഴിവുകളുടെ എണ്ണം, നിലവിലുള്ള ഒഴിവുകൾ 36, ചിലപ്പോൾ അതിൽ കൂടാം. അത്യാവശ്യം നല്ല ഒഴിവുണ്ട്. ഇത് പല തസ്തികളുണ്ട്. അത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. 400 അധികം തസ്തികളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനി പ്രായപരിധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 18 തൊട്ട് 36 വരെയാണ്. അതിൻ്റെ ആ ഒരു ജനന വർഷവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പരീക്ഷ ഫീസ് 500 രൂപയാണ് ജനറലിന്. SC/ST വന്നിട്ട് 250 രൂപ. പിന്നെ OBC വന്നിട്ട് 500 രൂപ. ജനറലിൽ തന്നെ EWS ആണെങ്കിൽ 500 രൂപയാണ് വരുന്നത്. പിന്നെ കേരള അങ്ങനത്തെ സംഭവങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലൂടെ നമ്മളത് ഇത് ചെയ്യാണ് വേണ്ടത്, അതായത് ക്യാഷ് അടയ്ക്കുകയാണ് വേണ്ടത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം മെയിനായിട്ടുള്ള എന്താണെന്നുള്ളത് നോക്കാം. മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നാണ്. അപേക്ഷ അവസാനമായിട്ട് സ്വീകരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ 28/4/2025 അർദ്ധരാത്രി 12 മണി വരെയാണ്. അതായത് ഈ മാസം 28-ാം തീയതി വരെയാണ് അപേക്ഷ സ്വീകരിക്കുക. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതായത് ആരാണോ ഇതിന് അർഹരായിട്ടുള്ള ഇതിൻ്റെ കുറച്ച് നിബന്ധനകളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് ഇതാക്കാൻ. കുറച്ച് നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഫോട്ടോ, ID കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോട്ടോ എത്ര സൈസ് ആയിരിക്കണം, പിന്നെ ID കാർഡ്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ സൈൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ PSC ചെയ്യുന്ന പോലെ അതേ ലെവലിൽ തന്നെ അത് നിങ്ങൾ നോക്കിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കാം. സിലബസ് ഇത് കഴിഞ്ഞ പ്രാവശ്യമാണ്. ഇനി പുതിയ സിലബസ് വരും. സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. സിലബസ് പൊതുവെയുള്ള PSC സിലബസ് പോലെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്നൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾ 7 കണ്ടോ, പാർട്ട് 7 കണ്ടോ, ക്ഷേത്ര കാര്യങ്ങളും ഹൈന്ദവ സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ. അങ്ങനെ ഈ ടെമ്പിൾ അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെമ്പിൾ അഫയേഴ്സ്, ഹിന്ദു കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, വേരിയസ് ദേവസ്വം ബോർഡ്, അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക, ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. സ്പെഷ്യൽ സിലബസ് എന്നൊക്കെ പറയുന്നത് ഈ CPOയ്ക്കും അങ്ങനത്തെയൊക്കെ ഉള്ള പോലെ ഒരു എക്സ്ട്രാ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ സിലബസ് അതാണ് നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അത്യാവശ്യം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, LDക്കൊക്കെ നേരത്തെ പഠിച്ചവർക്ക് നന്നായിട്ട് അറിയാവുന്ന സംഭവമാണ്. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ബേസിക് കമ്പ്യൂട്ടർ നോളജ്, പിന്നെ ബേസിക് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ മലയാളം, തമിഴ്, കന്നഡ, അത് മലയാളം നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളമാണല്ലോ, അപ്പോൾ മലയാളം തന്നെ. പിന്നെ ജനറൽ ഇംഗ്ലീഷ്, പൊതുവായിട്ടുള്ള ഇംഗ്ലീഷ്, ആൻറ്റിനിം, സിനോണിം, ഫ്രേസൽ വെർബ്, ടെൻസ് കാര്യങ്ങളൊക്കെ.
പിന്നെ മാത്സിൽ അരിത്മെറ്റിക്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, മെൻ്റൽ എബിലിറ്റി, പിന്നെ റീസണിങ് ടെസ്റ്റ്. പിന്നെ പാർട്ട് 1 ജനറൽ ആൻഡ് കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, പൊതുവിജ്ഞാനം, കറണ്ട് അഫയേഴ്സും. കറണ്ട് ആനുകാലിയൊക്കെ നമ്മൾ നോക്കി പോകുന്നതാണല്ലോ, അപ്പോൾ അതിലൊരു വിഷയം ഉണ്ടാവില്ല. ഈ പാർട്ട് 7 വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളാം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് കണ്ടിട്ട് ഇതിൻ്റെ ഒരു അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി 28/4/2025. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 400ഓളം അവസരങ്ങൾ, അതായത് ഓപ്പർച്യൂണിറ്റിയാണ്, തസ്തികയാണ് ഉള്ളത്. അത് സാനിറ്റേഷൻ ബോയ്, കൗ ബോയ്, റൂം ബോയ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അപേക്ഷ സമർപ്പിച്ചോളാം. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഒരു അപ്ഡേറ്റോ ഒരു ക്ലാസ്സോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.